ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാലക്കാട് സ്റ്റൈൽ നല്ലൊരു എല്ല് കറി തയ്യാറാക്കാം. ഇതിനായി 1/4 കിലോ മട്ടൻ്റെ എല്ലെടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വെച്ചെടുക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 4 വെളുത്തുള്ളി, 6-7 വറമുളക് ഇതെല്ലാം ചേർത്ത് എണ്ണയില്ലാതെ വറുത്തെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 മുറി തേങ്ങ ചിരകിയതും വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അടുത്തതായി നമ്മുടെ കറിക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഇതിനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ഉരുളക്കിഴങ്ങും 1 പച്ചമുളക് 2 തക്കാളി കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മുരിങ്ങയ്ക്ക കൂടി ചേർക്കാവുന്നതാണ്. കറിക്ക് ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ കിട്ടും. കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കഷ്ണങ്ങൾ ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലുകളും ചേർക്കാം. പാകത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കുറച്ച് മല്ലിത്തഴ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറി താളിക്കാനായി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോൾ 2-3 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.